എന്താണ് പരിപാടി? ഞാനേ ഇവിടെ ഒരു കപ്പ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് പറിക്കാൻ നോക്കട്ടെ. കപ്പ് ഇത് ആഫ്രിക്കൻ കപ്പ. ഇലയൊക്കെ ഒരു പ്രത്യേക സൈസാണ്. ഇതിൻ്റെ ചുവട്ടിലുള്ള ഉണ്ടോയെന്ന് നോക്കട്ടെ. ഇത് പറിച്ചിട്ട് എനിക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പറിക്കട്ടെ. വെട്ടട്ടെ. കൊമ്പൊക്കെ വെട്ടിയിട്ട് കൊമ്പുകളിൽ മുഖത്തോടെ ഇട്ടടിക്കും. മുകളിൽ തന്നെ അത് കിഴങ്ങിരിപ്പുണ്ട്. ഇപ്പോൾ എളുപ്പമായി പറിക്കാൻ. ഞാൻ അതിലെടുക്കുമ്പോൾ ഷോട്ടും തിരിച്ചു പിടിച്ചെടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്യുമ്പോൾ നോക്കണം. എന്താ ഷോട്ടുണ്ട് ഒരു വീഡിയോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുത്താൽ പോരെ? അല്ലേ, അങ്ങനെ പിടിച്ചെടുക്കണ്ട. ഈ വീഡിയോ എടുക്കുമ്പോ വൈഡായിട്ട് എടുത്താൽ മതി. അപ്പൊ കറക്റ്റ് ആയി കിട്ടും. ഇങ്ങനെ ദൂരെ നിന്ന് എടുക്കണം. അടുത്തുണ്ടാകാതിരുന്ന ഞാൻ അങ്ങനെ ചെയ്തോണ്ട് അപ്പൊ എന്ത് കിട്ടും? ഷോട്ടും കിട്ടും. കിട്ടോ? എടുക്കണ തെറ്റായി പറിച്ച് കാണിക്കണ്ട കേട്ടോടെ. അത് പറിച്ച് കാണിക്കട്ടെ. അപ്പൊ ഞാൻ ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള കപ്പ ഇങ്ങനെ കൊത്തിയെടുക്കുകയാണ്. ഇങ്ങനെ കൊത്തുമ്പോൾ ഇങ്ങനെ കൊത്തണം. ഇങ്ങനെ കൊത്തി ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ഈ വേരുണ്ടല്ലോ, ഇതിങ്ങനെ എടുത്ത് കളയാൻ പറ്റും നമുക്ക്. ഇങ്ങനെ ശരിക്കും കൊത്തി ഒരു സൈഡിലൂടെ കൊത്തി ഒരു സൈഡിൽ കൊത്തി ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് വേര് അതിൽ കുടിക്കില്ല, അതെടുത്ത് കളയാം. അപ്പം അങ്ങനെ കപ്പ കൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വരികയാണ്. പണ്ടൊരു അമ്മച്ചിയുടെ സങ്കടം. അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മച്ചിയുടെ മകൻ കാട്ടിപ്പോയി മരിച്ചതിൻ്റെ കഥയാണ്. അപ്പോൾ അമ്മച്ചി ഇരിക്കുമ്പോൾ അമ്മച്ചി ഓരോ സ്ഥലത്തോടെ ഇങ്ങനെ ഭിക്ഷ അയച്ച് നടക്കുകയാണ്. അമ്മച്ചി മകന് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അമ്മ മരിച്ചു പോയി. അപ്പോൾ അമ്മച്ചി ഓരോ സ്ഥലത്തോടെ ഭിക്ഷ അയച്ച് ഇങ്ങനെ പോകുമ്പോൾ അമ്മച്ചിക്കൊരു പാട്ടുണ്ട്. അത് അമ്മച്ചി ഇങ്ങനെ പാടിക്കൊണ്ട് പോകും. ഏകതവ പുത്രസ്യ പ്രിയതത്ര വനാന്തരേ അപ്രീഷാമേ അന്നന്ദ കൊമളേ സാക്ഷി ധർമ്മന്ത. ഈ അമ്മച്ചി ഇങ്ങനെ പാട്ട് പാടിപ്പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അമ്മച്ചീൻ്റെ മകനൊരു പാട്ടുകാരനായിരുന്നു. പാട്ടുകാരന് അടുത്ത വീട്ടിലൊരു മകനും ചെണ്ടക്കാരനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ടുകാരൻ ഇങ്ങനെ പാട്ട് പാടിപ്പോകും. ചെണ്ടക്കാരൻ ചെട്ടൻകുട്ടി ഇവർ ഒരുമിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ പാട്ടുകാരന് ഇഷ്ടംപോലെ പൈസ കിട്ടും, ആൾക്കാർ കൊടുക്കും. ചെണ്ടക്കാരന് പൈസ കുറവാണ്. അപ്പോൾ ഈ ചെണ്ടക്കാരൻ പാട്ടുകാരനോട് ദേഷ്യം പടി. ഇവനെ എങ്ങനെയെങ്കിലും കൊണ്ട് കൊന്നു കളയണമെന്ന് ഓർത്തുകൊണ്ട് ഇവനെ കാട്ടിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം ഇവനെ കൊല്ലുകയാണ്. അപ്പോൾ ഈ മകൻ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അമ്മ ഞാൻ പട്ടിണിയാവും, ഞാൻ മരിച്ചു പോയിട്ടെങ്കിലും പറഞ്ഞ് അമ്മയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കണമെന്നും പറഞ്ഞ് ഈ മകൻ ഈ ചെണ്ടക്കാരൻ്റെ അടുത്തൊരു ശ്ലോകം ചൊല്ലിക്കൊടുത്തു. ഇങ്ങനെ ഏകതവ പുത്രസ്യ പ്രിയതത്ര വനാന്തരേ അപ്രേഷാമേ അന്നന്ദ കൊമളേ സാക്ഷി ധർമ്മന്ത. ഇങ്ങനെ അമ്മച്ചി പാടിക്കൊണ്ട് എല്ലായിടത്തും നടന്ന് ഭിക്ഷ അയച്ച് ഇങ്ങനെ നടന്ന് ഒരു രാജാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ രാജാവ് വിചാരിച്ച് ഈ ശ്ലോകത്തിനൊരു അർത്ഥം ഉണ്ടല്ലോ, ഇത് എവിടുന്നാണ് പഠിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഈ അമ്മച്ചി കഥയെല്ലാം പറഞ്ഞു കൊടുത്തു. എൻ്റെ മകൻ പാട്ടുകാരനായിരുന്നു, അടുത്ത വീട്ടിലെ മകൻ ചെണ്ടക്കാരനായിരുന്നു. അപ്പോൾ എൻ്റെ മകനെ ഇങ്ങനെ കാട്ടിൽ വിളിച്ചുകൊണ്ട് പോയി, അവനിങ്ങനെ മരിച്ചു പോയി. അപ്പോൾ അവന് കൊടുത്തു വിട്ടതാണ്. അമ്മ ഈ പാട്ടും പാടിയായിരുന്നു, ഭിക്ഷയാച്ച് ജീവിച്ചോളാൻ പറഞ്ഞു വിട്ടതാന്ന് പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഈ രാജാവ് ഇതാരാ തന്നെന്താണെന്ന് ചോദിച്ച് അവനെ വിളിപ്പിച്ച് അവനെ പിടിച്ചുകൊണ്ട് പോയി കാര്യങ്ങളൊക്കെല്ലാം ചോദിച്ചറിഞ്ഞ് അപ്പോൾ അവന് ഈ മകനെ കൊന്നു കളഞ്ഞാന്ന് മനസ്സിലായി. അമ്മച്ചിയുടെ മകനെ കൊന്നു കളഞ്ഞ്. അപ്പോൾ ഈ അമ്മച്ചീനെ പിന്നെ അവനെ കൊണ്ട് ജയിലിലും ഇട്ട് അമ്മച്ചീനെ ഈ രാജാവിൻ്റെ സംരക്ഷണയിൽ അമ്മച്ചിക്ക് ജീവിക്കാൻ കൊടുത്തു. അങ്ങനെ ഒരു കഥയുണ്ട്. അത് ഞാനിങ്ങനെ പറയാൻ ഈ കപ്പ ഒത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കഥ ഇങ്ങനെ ഓർമ്മ വന്നത്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കപ്പയ്ക്കുള്ള കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോകാനുള്ള എല്ല്, നല്ല മുഴനെഞ്ചിൻ്റെ എല്ല് കൊണ്ടുവന്ന് പെറുക്കി വെച്ചതാണ്. അത് അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കിയെടുക്കണം. ചീനിച്ചട്ടിയിലിട്ട് ചൂടാക്കിയെടുത്തിട്ട് നമുക്ക് മല്ലിപ്പൊടി ഇടണം. ഒരു സ്പൂൺ മല്ലിപ്പൊടിയും നന്നായിട്ട് ചൂടാക്കി നമുക്ക് എടുത്തിട്ട് ഒരു കപ്പയിൽ ഇതിൽ ചേർത്ത് അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ട് നമുക്ക് കപ്പയിൽ ചേർക്കണം. അതിന് വേണ്ടി ഞാൻ ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചൂടായി അതിൽ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് ചൂടാക്കിയെടുത്ത് ഇതിൻ്റെ അകത്ത് ചേർക്കാൻ പോവാണ്. ഇതിനകത്ത് കുറച്ചുകൂടി ഇരിക്കട്ടെ, അതിന് ചേർക്കാം.
ഇതിനകത്ത് ആവശ്യമായ ഉപ്പും ചേർത്ത് ഇത്ര ഉപ്പ് മതിയാവും. ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടി വേണം, മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി ഇളക്കി അടുപ്പത്ത് വയ്ക്കണം. അടുപ്പത്ത് വെച്ച് നല്ലോണം വേവിട്ട് എഴുതി 3-4 വിസിലടിച്ച് വെന്ത് കഴിയുമ്പോൾ ബാക്കി പിന്നെ ചെയ്യാം. നമ്മൾ കപ്പ ബിരിയാണിക്കുള്ള കപ്പ വെന്ത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കപ്പയ്ക്കായിട്ട് ഉണ്ടാക്കി വെച്ച് ഇറച്ചി മുളകഞ്ചിൻ്റെ എല്ല് വേവിച്ച് ഉണ്ടാക്കി വെച്ചത് ഞാൻ അതിലേക്ക് ഇട്ട് ഇളക്കാൻ പോവാണ്. നല്ല നെയ്യുണ്ട്. ഇതിലിട്ട് കുടഞ്ഞിട്ട് അടുപ്പത്ത് വയ്ക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മഞ്ഞൾപ്പൊടി ചേർക്കണം. കപ്പയ്ക്ക് വേണ്ട മഞ്ഞൾപ്പൊടി, തേങ്ങ, കരിവേപ്പില, ഉള്ളി. അപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ വറുത്തത്, അരമുറി തേങ്ങ വറുത്തതും, വറ്റൽമുളക് മുറിച്ചിട്ട് അതും വറുത്തു, കരിവേപ്പില, ഉള്ളി, പിന്നെ നല്ല ജീരകം, ഇത്രയും സാധനങ്ങളൊക്കെ കൂടെ കൂട്ടി വറുത്ത് മിക്സിയിൽ അരച്ച് ഞാനിതിൽ കൊണ്ടുവന്ന് ചേർത്ത്. അപ്പം എൻ്റെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണ മുപ്പിച്ചൊഴിച്ച് ഇളക്കാൻ പോവാണ്. എണ്ണ മുപ്പിച്ചൊഴിച്ച് ഇനി നല്ലോണം ഒന്ന് ഇളക്കട്ടെ. നല്ലോണം ഇങ്ങനെ ഇളക്കിയെടുക്കണം. അപ്പോൾ കപ്പ ബിരിയാണി റെഡി. എല്ലാവരും എൻ്റെ എപ്പിസോഡ് കണ്ട് എനിക്ക് ലൈക്ക് അടിക്കുക. അത് അടുത്ത എപ്പിസോഡ് വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഓക്കെ. നല്ല ഉള്ളിയും മല്ലിയിലൊക്കെ ഇട്ടോ ഞാൻ സാധാരണ തന്നെ. എനിക്ക് അങ്ങനെ തിന്നാൻ ഇഷ്ടം. അപ്പം നല്ല രസമുണ്ട് ഇതിന്. നല്ല കപ്പ.